ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് സ്മിത. ഞാനിപ്പോൾ യു കെയിലാണുള്ളത്. യു കെയിലുള്ളവർക്കാണെങ്കിൽ അറിയാം, യു കെയിലെ BRP കാർഡ് മാറിയിട്ട് ഇപ്പോൾ ഫിസിക്കൽ ID മാറിയിട്ട് ഇപ്പം നമുക്ക് വിസ ആക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും വിസ ആക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഈ വർഷം ഡിസംബർ 31 മുൻപേ നമ്മൾ വിസ ആക്കണം. എല്ലാവരും അത് ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിലാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധം പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിൽ കുറച്ച് പേർക്കെങ്കിലും ഇതേ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്കും ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ എന്നാക്കണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ആക്ച്വലി ഇതൊരു അബദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് UKVIയുടെ മിസ്റ്റേക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് പറയാം. അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു മിസ്റ്റേക്കാണ്. എനിക്കൊരു മാർച്ച് ഏപ്രിലൊക്കെ ആയപ്പോഴത്തേക്ക് ഈ വിസ മാറാനായിട്ടുള്ള മെയിൽ വന്നായിരുന്നു. എൻ്റെ ഹസ്ബൻഡും കുഞ്ഞിനും വന്നില്ല. എങ്കിൽ പോലും നമുക്കത് മാറാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ ഒരു ഇടയ്ക്കാണ് അത് മാറിയത്. എന്ന് വെച്ചാൽ 1 മാസം 2 മാസത്തിന് മുൻപാണ് നമ്മൾ ഈ വിസയിലോട്ട് മാറിയത്. അപ്പം ഈ വിസ മാറിയ ഇപ്പോൾ ഈ വിസയിലുള്ള ആ പ്രോസസ്സ് എല്ലാം ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. നമ്മൾ എപ്പോഴും വിസ ചേഞ്ച് ചെയ്തത്. നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിൽ നിന്ന് പോസ്റ്റലി വർക്ക് വിസ എടുത്തപ്പോഴും അവിടെ നിന്ന് വർക്ക് വിസ എടുത്തപ്പോഴും എല്ലാ വിസ ചേഞ്ചും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ചെയ്തത്. നമുക്ക് എല്ലാവർക്കും ഡിപ്പെൻഡും മെയിൻ ആപ്ലിക്കൻ്റായ എനിക്കും എല്ലാവർക്കും ഹസ്ബൻഡ് തന്നെയായിരുന്നു ചെയ്തത്. അപ്പം ഈ വിസയും ഹസ്ബൻഡ് തന്നെയാണ് ചെയ്തത്. ഈ വിസ ചെയ്തിട്ട് കഴിഞ്ഞപ്പം ഫസ്റ്റ് അപ്ഡേറ്റ് വന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ചെയ്തത്. എൻ്റെയാണ് ഫസ്റ്റ് അപ്ഡേറ്റ് വന്നത്. നിങ്ങളുടെ ഈ വിസയിലോട്ട് മാറി UKVI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, പാസ്പോർട്ട് അതുമായിട്ട് ലിങ്ക് ചെയ്തു, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയട്ടെ, പാസ്പോർട്ട് ലിങ്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അക്കൗണ്ടുമായിട്ട് പാസ്പോർട്ട് ലിങ്ക് ചെയ്യേണ്ടിയാണ് കേട്ടോ. അപ്പം അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാം ഓക്കെ ആയി. അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെയും കുഞ്ഞിൻ്റെയും വന്നില്ല. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ UK മലയാളീസ് ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഇട്ടപ്പം ഒട്ടുമിക്ക പേർക്കും ആദ്യം ചിലപ്പോൾ മെയിൻ്റെ വന്നിട്ട് ചിലവർക്ക് 2 പേരുടെ ഒരുമിച്ച് വരും, ചിലവർക്ക് മെയിൻ്റെ ആദ്യം വന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഡിപ്പെൻഡൻ്റ് കൺഫർമേഷൻസ് വന്നത്. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്ന ശേഷം കുറച്ച് ദിവസത്തിന് ശേഷം ഒരാഴ്ച കണ്ടി കഴിഞ്ഞപ്പം ഹസ്ബൻഡിൻ്റെ മെയിൽ വന്നു, ഇങ്ങനെ ഈ വിസ ആപ്ലിക്കേഷൻ റെഡി ആയിട്ടുണ്ട്, എല്ലാം ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ കയറി നോക്കിയപ്പോൾ കാണുന്നത് ഹസ്ബൻഡിൻ്റെയും സ്കിൽഡ് വർക്കർ എന്നാണ്. പുള്ളി സ്കിൽഡ് വർക്കർ ഡിപ്പെൻഡൻ്റ് ആണ്. അങ്ങനെയാണ് വരേണ്ടത്. ഡിപ്പെൻഡൻ്റ് ആകുമ്പോൾ ഫുൾ ടൈം വർക്ക് ചെയ്യാം, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. സ്പോർട്സ് പേഴ്സൺ ആയിട്ട് മാത്രം വർക്ക് ചെയ്യാൻ പറ്റില്ല, അത് മാത്രമേ ഉള്ളവർക്കുള്ളൊരു റെസ്ട്രിക്ഷൻ. പക്ഷേ നമുക്കാണെങ്കിലും നമ്മൾ ഏത് എംപ്ലോയറിനാണോ ആ ഒരു എംപ്ലോയറിന് അണ്ടറിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 20 hours നമുക്ക് ആ എംപ്ലോയറിന് വേണ്ടി വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒക്കുപേഷൻ കോഡ് ലിസ്റ്റിൽ വരുന്ന ആ ഒരു വർക്ക് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഹസ്ബൻഡിന് സ്കിൽഡ് വർക്കർ ഡിപ്പെൻഡൻ്റ് ആണ്. സ്കിൽഡ് വർക്കർ ഡിപ്പെൻഡൻ്റ് വരാതെ സ്കിൽഡ് വർക്കർ എന്ന് വന്നു. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ കയറി നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെയും സ്കിൽഡ് വർക്കർ തന്നെയാണ്. എന്താണല്ലേ, കുഞ്ഞും സ്കിൽഡ് വർക്കർ. അപ്പം അങ്ങനെ ഞങ്ങൾ UKVIയിൽ കോൺടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ കോൺടാക്ട് ചെയ്തു, കുറേ വട്ടം കോൾ ചെയ്തു, കിട്ടിയില്ല. നമ്മൾ ലോങ് ക്യൂ ഒക്കെയാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വർക്കിനൊക്കെ പോകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മൾ റൈറ്റ് ടു വർക്ക് കോഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ അത് പറ്റുന്നില്ല. അപ്പോഴെല്ലാം നിങ്ങൾ എലിജിബിൾ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഡ് റൈറ്റ് ടു വർക്ക് ഇല്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോഴാണ് സീൻ മാറിയത്. നമ്മൾ അതുവരെയും ഓക്കെ, ഇത് എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും, സ്കിൽഡ് വർക്കർ ഡിപ്പെൻഡൻ്റ് അല്ലേ, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ എന്ന് വിചാരിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡും ഞാനും നമ്മളിങ്ങനെ ക്വയറി ഇട്ടു. UK മലയാളി ഗ്രൂപ്പിലും ക്വയറി ഇട്ടു, ഇമിഗ്രേഷൻ അഡ്വൈസർ ഫോറത്തിലും ഇങ്ങനെ ക്വയറി ഇട്ടു. അപ്പോൾ ഇങ്ങനെ പറയുന്നത് നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. മലയാളി ഗ്രൂപ്പിലിട്ടപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അവരൊക്കെ കോൾ ചെയ്ത് കണക്ട് ആകുമ്പോൾ പറയുന്നത് നിങ്ങളുടെ ഓക്കെയാണ്, അല്ലെങ്കിൽ എററാണ്, അല്ലെങ്കിൽ മാറ്റിത്തരാം, ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്കും ഓരോ എക്സ്ക്യൂസ് പറയുന്നതെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഞങ്ങൾ എന്തായാലും UKVIയിൽ വിളിക്കാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് വീട് മാറാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നേ. അപ്പോൾ റൈറ്റ് ടു വർക്കും റൈറ്റ് ടു റെൻറ്റും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം സീനാണ്. റൈറ്റ് ടു വർക്കും എടുക്കാൻ പറ്റുന്നില്ല, റൈറ്റ് ടു റെൻറ്റും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു റൈറ്റ് ടു റെൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഈ വീട്ടിൽ ഇവിടെ എത്ര നാൾ വേണോ നമുക്ക് നിൽക്കാൻ കുഴപ്പമില്ല, ലാൻഡ് ലോഡ് ഫ്ലെക്സിബിൾ ആണ്. പക്ഷേ റൈറ്റ് ടു വർക്ക് വേണ്ടേ? ഹസ്ബൻഡ് ഇപ്പം ജോലി ചെയ്യുന്നിടത്ത് കുഴപ്പമില്ല. ഇൻ കേസ് നമ്മൾ എവിടെയെങ്കിലും മാറുവാണെങ്കിലോ, അല്ലെങ്കിൽ ഈ വിസ ആപ്ലിക്കേഷൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ ഈ വിസ ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റ് എന്തെങ്കിലും നമ്മുടെ എംപ്ലോയറിന് പോവുകയാണെങ്കിൽ അപ്പം അവർ റൈറ്റ് ടു വർക്ക് അഗെയിൻ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചു UKVIയിൽ കോൾ ചെയ്യാമെന്ന്. UKVIയിൽ കോൾ ചെയ്തു. ഒരു നീണ്ട ഒരു 2-3 മണിക്കൂറത്തെ ക്യൂവിന് ശേഷം നമുക്കങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ടെക്നോളജി എററാണ്, നിങ്ങൾ ഈ ഇവിടെ അല്ല കോൺടാക്ട് ചെയ്യേണ്ടതെന്നും പറഞ്ഞ് വേറൊരു സെക്ഷൻ ആണെന്നും പറഞ്ഞ് കട്ട് ചെയ്തു. പിന്നെ ഇനി എന്ത് ചെയ്യാനാ, ഇനി നമുക്ക് ഏത് സെക്ഷൻ ആണെന്ന് പോലും അവർ ഡൈവേർട്ട് ചെയ്ത് തന്നില്ല. ഡൈവേർട്ട് ചെയ്യാതെ തന്നെ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു 3 മണിക്കൂർ നമ്മുടെ ആ ദിവസത്തെ വേസ്റ്റ് ആയി. നമ്മൾ വിചാരിച്ചു ഇനി നെക്സ്റ്റ് ഡേ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ വിളിച്ചപ്പോൾ വേറൊരാളെടുത്തു, കസ്റ്റമർ അഡ്വൈസർ എടുത്തു. പുള്ളി പറഞ്ഞു ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ളതാണ്, നിങ്ങളിങ്ങനെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം എന്നും പറഞ്ഞു ഒരു
മെയിൽ ഐ ഡി നമുക്ക് അയച്ചു തന്നു, നമുക്കൊരു ലിങ്ക് അയച്ചു തന്നു മെയിലിൽ. പിന്നെ ആ ലിങ്കിൽ കയറി പിന്നെ കുഞ്ഞിൻ്റെ എങ്ങനെയാണെന്ന് പറയുമ്പോൾ പറഞ്ഞു കുഞ്ഞിൻ്റെ പ്രശ്നമില്ല, നമുക്ക് തന്നെ അത് ചേഞ്ച് ചെയ്യാം. കുഞ്ഞിൻ്റെ എങ്ങനെ നമ്മൾ തന്നെ ഹസ്ബൻഡ് തന്നെ കയറി ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന് വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യുക, നമ്മൾ ഇന്ന് മാറും നാളെ മാറും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നിരുന്ന് ലാസ്റ്റ് അവരൊരു മെയിൽ അയച്ചു. മെയിലിൽ കയറി നമ്മൾ മാറ്റി. പക്ഷേ ഇതുവരെയും പുള്ളിക്ക് ആ ഒരു സ്റ്റാറ്റസ് മാറി കിട്ടിയിട്ടില്ല. ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഇപ്പോഴും സ്കിൽഡ് വർക്കർ എന്നാണ്, ഇതുവരെ മാറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴൊക്കെ ചിലപ്പോൾ ഇതൊക്കെ പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇമിഗ്രേഷൻ ഓഫീസറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതൊക്കെ നോക്കുമ്പോഴേ. അപ്പോൾ നമ്മൾ വീണ്ടും കോൾ ചെയ്തു, കണക്ട് ചെയ്യാൻ ചെയ്തു. അവർ പിന്നെ ഒരു മെയിൽ വന്നു, തിരിച്ച് പിന്നെ ഒരു മെയിൽ വന്നു. ആ മെയിലിൽ നമുക്കിപ്പോൾ റൈറ്റ് ടു വർക്ക് ഉണ്ടോ, റൈറ്റ് ടു കോഡ്, ഇപ്പം നമ്മൾ റൈറ്റ് ടു വർക്കാണ് നമുക്ക് എംപ്ലോയറിന് കാണിക്കേണ്ടെങ്കിലോ അല്ലെങ്കിൽ റൈറ്റ് ടു റെൻ്റ് ആണ് കാണിക്കേണ്ടെങ്കിലോ അതിന് 2 സ്പെഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് നമുക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു ഇതിൽ കയറി നിങ്ങൾക്ക് ഇപ്പം തൽക്കാലത്തേക്ക് ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് ടു റെൻറ്റും റൈറ്റ് ടു വർക്കും പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ലിങ്ക് യൂസ് ചെയ്യുക ഈ ടെക്നോളജി ഇഷ്യൂ മാറുന്നിടം വരെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു ആശ്വാസത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഇതുവരെ അതിൽ കയറി നോക്കിയിട്ടില്ല, ഇനി നോക്കണം. അതൊക്കെ ഓക്കെ ആണെന്ന്, വർക്ക് കഴിഞ്ഞ് നമുക്ക് ജോലി കഴിഞ്ഞിരിക്കുമ്പോഴല്ലേ അതൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴല്ലേ ഒക്കെ നോക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കാമെന്ന് കരുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്. അബദ്ധമല്ല, ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് അല്ല എങ്കിൽ പോലും നമുക്ക് പറ്റിയ നമുക്ക് എന്താ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാതെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ഇമിഗ്രേഷൻ സ്റ്റാറ്റസിൽ ഇങ്ങനെ ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണ് അത് സോർട്ട് ഔട്ട് ചെയ്തത്, എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്തത്, അത് ആ ഒരു മെയിൽ ഐ ഡി അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് ലിങ്ക് നമുക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് നമ്മൾ പറഞ്ഞു തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.